നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഒരു പുതിയ വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയാറുള്ള നമ്മളുടെ സ്വന്തം കർമ്മ തീരത്തെ ഒരു ബോട്ടിംഗ് യാത്ര അനുഭവത്തെക്കുറിച്ചാണ്. ബോട്ടിങ്ങൊക്കെ അവിടെ നിർത്തിവെച്ചതായിരുന്നു, പക്ഷേ ഇപ്പോൾ വീണ്ടും എല്ലാ നിബന്ധനകളോടും കൂടിയിട്ട് പുനരാരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എല്ലാവർക്കും ലൈഫ് ജാക്കറ്റും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് യാത്ര. പുഴയിലൊന്ന് കറങ്ങി വരിക, അത്ര തന്നെയാണ് യാത്രയുടെ ഉദ്ദേശം. അപ്പം ഞങ്ങൾ അതിലൊക്കെ ഒന്ന് കയറി അടിച്ചു പൊളിച്ചു. നല്ല രസമുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയാണ് പോയത്. അപ്പോൾ ഡിസംബർ 31 ഞങ്ങൾ പോയത്. അപ്പം ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ബോട്ടിൽ വെച്ചിട്ട് കട്ട് ചെയ്യാം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ബോട്ടിലൊക്കെ കയറിയത്. അപ്പോൾ ആ ബോട്ടിങ് അനുഭവത്തെക്കുറിച്ചാണ് ഇന്നിപ്പോൾ പറയാനുള്ളത്. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഇപ്പോൾ ബോട്ടിങ് അവിടെ നിർത്തി വെച്ചതായിരുന്നല്ലോ. താനൂർ ബോട്ട് അപകടം ഉണ്ടായതിനു ശേഷം നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇവിടത്തേക്ക്. അപ്പോൾ അതിപ്പോൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഇതിനോടും കൂടിയിട്ടാണ്, ലൈഫ് ജാക്കറ്റും എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് വീണ്ടും തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് ബോട്ട് തിരിച്ച് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് റിവേഴ്സ് എടുക്കുകയാണ് കേട്ടോ അയാൾ. അപ്പോൾ അത് കുറച്ച് നേരം ഞാനത് ഷൂട്ട് ചെയ്തു. അതിപ്പോൾ ഏത് വാഹനമാണെങ്കിലും ഡ്രൈവിങ് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കത് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഏതാണെങ്കിലും അപ്പോൾ അതിനോടൊരു ഇൻട്രസ്റ്റ് കൂടുതലുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ അയാളതിങ്ങനെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് നോക്കാൻ വേണ്ടി അവിടെ പോയിരുന്നതാണ്. അപ്പോൾ അതിങ്ങനെ ഷൂട്ട് ചെയ്തു. അതാ ഇപ്പുറത്തെ സൈഡിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അയാൾ അതങ്ങനെ തിരിച്ച് എടുക്കുവാണ്. അപ്പോൾ ഇത്തിരി എനിക്ക് അത് നല്ല ബുദ്ധിമുട്ടായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം അവിടെ നിറച്ച് ഈ എന്താ പറയുക, തെങ്ങിൻ്റെ കുറ്റികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് കെട്ടിയിടാനായിരിക്കണം. അപ്പോൾ അത് കാരണം കൊണ്ട് അതുമൊക്കെ തട്ടാതെ സൈഡിൽ കൂടെ ഇങ്ങനെ എടുക്കുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു ടാസ്ക് പോലെയാണ് തോന്നിയത്. അയാൾ അത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ തിരിച്ച് വളച്ചൊടിച്ച് നമ്മൾ തിരിച്ച് അങ്ങോട്ടാണ് പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മളെ കടൽ വരുന്ന ആ ഭാഗത്തോട്ടാണ് പോവുക. അതുവരെ പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. 3/4 മണിക്കൂറാണെന്നാണ് തോന്നുന്നത് അതിൻ്റെ ഒരു സമയം വരുന്നത്. നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. അതിൻ്റെ താഴേക്കൊന്നും ഞങ്ങൾ പോയില്ല, അവിടെ ആൾക്കാരെയൊന്നും കണ്ടില്ല. മുകളിലായിരുന്നു എല്ലാവർക്കും മുകളിലിരിക്കാനായിരിക്കും താല്പര്യം. കാരണം കുറച്ചുകൂടി പുറത്തേക്ക് കാണാൻ എളുപ്പം മുകളിലിരിക്കുമ്പോഴാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും മുകളിൽ തന്നെയാണ് ഇരുന്നത്. അങ്ങനെയൊക്കെയാണ് ബോട്ടിലത്തെ യാത്രാ വിശേഷങ്ങൾ. നിറച്ച ആൾക്കാരുണ്ടായിരുന്നു, കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. ചെയറൊക്കെ അവിടെ അങ്ങനെ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമൊന്നുമില്ല. പിന്നെ എല്ലാവരും ലൈഫ് ജാക്കറ്റും ഒക്കെ ഇട്ടിട്ടുണ്ട്. കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ബോട്ടിൽ കയറിയപ്പോൾ കടലൊക്കെ വിൽക്കുന്ന ആളൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് സമയം പോയി, ബോട്ട് എടുക്കുന്നതിന് മുൻപേ. പിന്നെ അവിടെ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ അപ്പുറത്തുണ്ടല്ലോ. അപ്പം ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ബോട്ടിലുള്ള എല്ലാവർക്കും കൊടുത്തു. അങ്ങനെയൊക്കെ ഞങ്ങൾ അടിച്ചു പൊളിച്ചു. എന്തായാലും ന്യൂ ഇയർ അടിപൊളിയായി, അങ്ങനെ വേണമല്ലോ പറയാൻ. പിന്നെ എല്ലാവരും കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു, നാട്ടിലുള്ളവരൊക്കെ ആയിട്ടുള്ള കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർക്ക് വരാൻ പെട്ടെന്ന് പറ്റിയില്ല, വേറെ ഓരോ കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റാത്തവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ആൾക്കാരെല്ലാവരും കൂടി ഒന്ന് അടിച്ചു പൊളിച്ചു. പ്രധാനമായും ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ക്ഷണിച്ചപ്പോൾ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഒന്ന് അവിടെ വരെ പോകാമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ പോയി. പിന്നെ എല്ലാവരും കൂടി കൂടിയത് കൊണ്ട് ജസ്റ്റ് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു, അത്ര മാത്രമാണ് ഉണ്ടായത്. ഒരു കുട്ടിയുടെ ആക്ഷൻസ് കണ്ടപ്പോൾ, ഞാനൊരു ഹിന്ദി കുട്ടിയാണ് കേട്ടോ, ഹിന്ദി ആയിരിക്കണം, പറയുന്നത് കേൾക്കുമ്പോൾ ഹിന്ദി പോലെ ഉണ്ട്, അത് കണ്ടപ്പോൾ എടുത്തതാണ്. പിന്നെ വേറെയും കുറേ ബോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു യാത്ര പോകാനായിട്ട്. പിന്നെ പോയിട്ടിപ്പോൾ നമ്മൾ കടലിൻ്റെ അവിടെ എത്താനായി. അവിടെ ഇപ്പോൾ അതാ നിറയെ മീൻ പിടിക്കുന്ന ബോട്ടുകൾ നിറയെ കിടക്കുന്നുണ്ട്. അതൊക്കെ കണ്ടു.
ഓരോന്നിനും ഓരോ പേരുണ്ട്. ബോട്ടിനൊക്കെ ഓരോ ബോട്ടിനും ഓരോ പേരുണ്ട് അവിടെ. അതൊക്കെ കണ്ടു. അങ്ങനെ അവിടെ നിന്ന് പിന്നെ തിരിച്ചിങ്ങോട്ട് പോകുന്നു. അങ്ങനെ കുലുക്കമൊന്നുമില്ല കേട്ടോ. അത് എന്താണ്, കാറ്റും അങ്ങനെയൊന്നുള്ള ഒരു സ്ഥലമൊക്കെ അല്ലാത്തത് കാരണം കൊണ്ട് തന്നെ കുലുക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നല്ല ഇതായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. യാത്ര കഴിഞ്ഞു. ബായ്.